ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു എക്സ്ക്ലൂസീവായ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് നമ്മളിവിടെ മഞ്ഞിൽ ഇത്രയും ദിവസം കുറേ മഞ്ഞിലെ ഇവിടെയുള്ള കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നു. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ മഞ്ഞിൽ നമ്മൾ സ്കീ ചെയ്യുന്ന കുറേ കാഴ്ചകളാണ്. ഈ മഞ്ഞ് മലയിലൂടെ ആൾക്കാർ സ്കീ ചെയ്തു പോകുന്ന കുറേ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് സ്കീ ചെയ്യുന്ന കുറേ ഇവിടെയുള്ള സ്കീൻ്റെ ഇവിടെ നമ്മൾ കാലിലൊക്കെ ധരിക്കുന്നതിൻ്റെ സ്നോ ബോട്ടുകൾ. അപ്പോൾ ഈ ബോട്ടുകൾ കാലിൽ ധരിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ബോട്ട് കാലിൽ ധരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഇതൊരാൾ സ്കീ ചെയ്ത് തിരിച്ച് വരുന്ന കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരാൾ സ്കീ ചെയ്തതിന് ശേഷം തിരിച്ച് നിരങ്ങി വരുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇത് ഇവിടെ ഊരി വെച്ച് ക്ലീൻ ചെയ്തിട്ട് അകത്തേക്ക് പോകുന്ന ഒരു കാഴ്ചകളാണ്. ഇവിടെയാണ് സ്കീ നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ സ്കീ നടക്കുക. അങ്ങോട്ട് നമ്മുടെ മേലെ നിന്ന് താഴേക്ക് അവരിങ്ങനെ നിരങ്ങി സ്കീ ചെയ്ത് വരുവാണ് ചെയ്യുക. കാണാമല്ലോ അല്ലേ? ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ മേലെ നിന്ന് താഴോളം സ്കീ ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ മേലേക്ക് നമുക്ക് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ മേലേക്ക് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക റോപ്പ് വേ പോലെ മേലോളം നമുക്ക് ഇതിനെ പോയിക്കൊണ്ടിരിക്കും. അത് 24 hours ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആ റോപ്പ് എല്ലാ സമയങ്ങളിലും ഓരോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റോപ്പ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ആ റോപ്പിലൂടെ മേലോട്ടും താഴോട്ടും പോകാനും പറ്റും. ഇതാ ഒരാൾ സ്കീ ചെയ്ത് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരാൾ സ്കീ ചെയ്ത് ഇത് ട്രാക്കിലെത്തിയിട്ടില്ല. ഇത് ട്രാക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. കാണാൻ പറ്റും. അവിടെ നിന്നാണ് തുടങ്ങുക. ആ താഴേന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് മേലോട്ട് പോയിട്ട് നല്ല ദൂരമുണ്ട്. നല്ല ഡിസ്റ്റൻസിൽ ഇങ്ങനെ മേലോളം പോകാനുണ്ട്. എത്ര മീറ്റർ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മേലോളം ഇങ്ങനെ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും. ഒരാൾ സ്കീ ചെയ്ത് വരുന്നത് കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, റഷ്യയിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇല്യു എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൊഫഷണലായിട്ട് ടീച്ച് ചെയ്യുന്നത്. ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അതായത് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലി ഇവരെ ട്രെയിൻ ചെയ്യിക്കുക, ഇൻസ്ട്രക്ട് ചെയ്യിക്കുക. അദ്ദേഹമാണ് ഈ ഇല്യു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടീനെ ഇപ്പോൾ പ്രൊഫഷണലി ഇവിടെ ടീച്ച് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഇവർ എങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണാൻ ശ്രമിക്കാം. ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. കാണുന്നില്ലേ നിങ്ങൾക്ക്? മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല തണുപ്പുണ്ട്. -7 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. -7 ഡിഗ്രിയിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ സ്കീ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ഈ ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് അറിയും. ഇവർക്ക് ഒരുപാട് ടെലിഗ്രാം സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചാനൽ വഴി കൃത്യമായിട്ട് ഇതിൻ്റെ ടൈമിങ് എല്ലാം ഇവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് രാവിലെ മുതൽ രാത്രി 11 മണി വരെ ഉണ്ട്. ഇത് രാവിലെ 9 മണി മുതൽ തുടങ്ങിയാൽ രാത്രി 11 മണി വരെയും ഈ സ്കീ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെ സ്കീ. നമുക്ക് ഇങ്ങനെ നടന്ന് നോക്കാം ഈ സ്കീയിലൂടെ കാണുന്ന കാഴ്ചകൾ എന്താണ്, ഇതിലൂടെ കാണുന്ന കാഴ്ചകൾ എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഈ വീഡിയോയിലോട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് സ്കീയുടെ ഷൂ, അതുപോലെ ഇവരുടെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതാണ്. ഈ കാണുന്നതാണ്. അതായത് ഷൂ ഉണ്ടാവും, ഹെൽമെറ്റ് ഉണ്ട്, കണ്ണിൽ തണുപ്പടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിലൊരു ഗ്ലാസ് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി മെഷറുകളും പാലിച്ചതിന് ശേഷമാണ് ഇവർ സ്കീ ചെയ്യുന്നത്. അതായത് ഇതിനിടയിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ വിചാരിക്കും മഞ്ഞാണ്, ഒന്നും പറ്റില്ല എന്നെങ്കിലും മഞ്ഞ് ഇന്നലെ ഉറച്ച മഞ്ഞാണ്. ഒരു 4 feet ഹൈറ്റിൽ മഞ്ഞ് നിറച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ നല്ല ഇഞ്ചുറി പറ്റും. അപ്പോൾ ഇവിടെ അതിനുള്ള ഹെൽത്ത് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും പെട്ടെന്ന് വന്നിട്ട് ഇഞ്ചുറിയോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരതിൻ്റെ ഷൂ ആണിത്. ഷൂ ഇട്ട് കഴിഞ്ഞാൽ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷൂ ഇടുക. ഷൂ ധരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷൂ ഇടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷൂ ഇടുന്നത്. ഷൂ അവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ആ ഷൂ അവിടെയുള്ള ഈ ബോട്ടിലോട്ട് ലോക്ക് ചെയ്ത് വെക്കും. ഇതും അങ്ങനെ തന്നെ, മറ്റേക്കാലും ലോക്ക് ചെയ്ത് വെക്കും. പിന്നെ 2 വടി കുത്തി നടക്കാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓക്കെ.
നമ്മൾ കുഞ്ഞാകുമ്പോൾ എന്താ പറയുക, കാല് കുത്തി നടക്കാനൊക്കെ 2 കാല് കുത്തി പിച്ച വെച്ച് നടക്കുന്ന ഒരു ഓർമ്മയാണ് ഇതൊക്കെ കാണുമ്പോൾ വരുന്നത്. പിച്ച വെച്ച് നടക്കാൻ പഠിക്കുന്നത് പോലെ വീഡിയോ എടുക്കാൻ. ചെറുപ്പത്തില് നമ്മുടെ അച്ഛൻ കുട്ടികളെ ഇങ്ങനെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഒരു കൈയൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇതിങ്ങനെ നടക്കാൻ വേണ്ടി മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് അദ്ദേഹം. നല്ല രസമുണ്ട് കാഴ്ചകൾ കാണാൻ. കുഞ്ഞു കുട്ടികൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അവിടെ സ്കീ ചെയ്യുന്നവരും ഇവരിങ്ങനെ സ്കീ ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. ഒരു തുടക്കത്തിലും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകുക. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ സ്കീ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാഴ്ചകൾ. നല്ല തണുപ്പായതുകൊണ്ട് എനിക്കും സംസാരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. ചില സമയത്ത് കതച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ഒരു കാഴ്ചകൾ. മൊത്തത്തിൽ ഇവിടെയുള്ള ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അദ്ദേഹം കുട്ടി ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. ആദ്യമായിട്ട് ബേസിക് പഠിക്കുന്നതാണ്. അപ്പോൾ ബേസിക് ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. എന്നെ ഇടിക്കുമോ? ഗോഡ്, എന്നെ ഇടിക്കുമോ? എൻ്റെ കറിയാണല്ലോ വരുന്നത്. മാറി വന്നേക്കാം. പഠിച്ചു അത് മനോഹരമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം എന്നെയും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര്. ഇപ്പൊ ഇവിടെ സീസൺ തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല തിരക്കായതുകൊണ്ട് അവർക്ക് കുറേ തിരക്കുണ്ട്. ഇപ്പോൾ കുറച്ചും തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. നമുക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ ഞാനിങ്ങനെ ഒരു തണുത്ത് എൻ്റെ കൈയൊക്കെ മരവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ തണുത്തിരിക്കുന്നത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ഓപ്പറേറ്ററാണ് ഇദ്ദേഹം. അപ്പോൾ അയാൾ എന്നെ ഇതിൻ്റെ റൂമിൻ്റെ ഉള്ളിലോട്ട് വിളിക്കുന്നു. നമുക്ക് ഇവിടെ ഉള്ളിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ റൂമിൻ്റെ ഉള്ളിലോട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റൂമാണിത്. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലോട്ട് എന്നെ വിളിക്കുന്നത്. നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം എന്താണ് ഇവിടെ അവസ്ഥ, എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും കൂടി അറിയണമല്ലോ. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാഷ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സാഷ, എന്റെ റഷ്യൻ ഫ്രണ്ടാണ് സാഷ. മൈദ്രൂക്ക് സാഷ ഫ്രണ്ടാണ് സാഷ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് എനിക്കൊരു കോഫി ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ തണുപ്പത്ത് ഒരു ചൂട് കോഫി കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് വലിയ കാര്യമാണ്. ഭയങ്കര ഒരു എഫക്റ്റ്, നമുക്കൊരു എനർജി. വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മളെ വർക്കൗട്ട് ചെയ്യുന്ന പോകുന്നതിന് മുന്നേ നമ്മൾ ഈ കടും കാപ്പി കുടിക്കും. അപ്പൊ അതുപോലെ അദ്ദേഹം എൻ്റെ തണുപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കോഫി ഇട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ കോഫി കുടിച്ചോണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ചായ കുടിച്ചതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോയിലോട്ട് വരാം. കോഫി കുടിച്ചു നോക്കട്ടെ. കടും കാപ്പിയാണ്, മിൽക്ക് കോഫി അല്ല, ബ്ലാക്ക് കോഫി. നല്ല കടും കോഫിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. റഷ്യയിൽ ഒരു കോഫിയും കുടിച്ചു. ഇവിടുന്ന് നോക്കിയാൽ, ഈ ജനലിലൂടെ നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ വീഡിയോയിലൂടെ നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ. മേലോടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും. ആൾക്കാർ ഇവിടുന്ന് മേലോട്ട് സ്കീ ചെയ്ത് ഇതിന് മേലോട്ട് പോകുന്നതും താഴോട്ട് സ്കീ ചെയ്ത് താഴോട്ട് വരുന്നതും എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് മേലോളം എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണാൻ പറ്റും. നല്ലൊരു ഭംഗിയുള്ള മനോഹരമായ കാഴ്ചകളാണിത്. ഇതുവരെ കാണാതെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്നതെല്ലാം ജീവിതത്തിലെ ആദ്യത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. മുഴുവനും മഞ്ഞാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ മേലോടെ അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് മേലോളം പോകും.
അവിടുന്ന് താഴോട്ടേക്ക് വരികയും ചെയ്യും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായാലും അങ്ങനെ തന്നെ മുഴുവനും മഞ്ഞ് മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. വേറെ ഒന്നും നമുക്കിവിടെ കാഴ്ചകൾ കാണാനില്ല. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ്. പുള്ളി ഇവിടെ ഈ നമ്മുടെ വോക്കി ടോക്കി എല്ലാം പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോക്കി ടോക്കിയാണിത്. അപ്പോൾ ഇവിടെ നിന്നാണിത് മറ്റ് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷനിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കുക, ഇലക്ട്രിസിറ്റീൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പ് ആവുന്നത്, മുഴുവൻ ഇൻഫർമേഷൻ കൊടുക്കുക, എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക, എല്ലാം ഇവിടെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണിത്. കാണാൻ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അങ്ങനെ ഒരാൾ സ്കീ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ കാണാമല്ലോ, അങ്ങനെ ഒരാൾ സ്കീ ചെയ്ത് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ കാഴ്ചകൾ അടുത്തോട്ട് പോയിട്ട് തന്നെ ഞാൻ എടുത്തു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ആൾക്കാർ ഇങ്ങനെ സ്കീ ചെയ്ത് വരുന്നതും ഇവിടുന്ന് ഇപ്പുറത്തെ ട്രാക്കിലോട്ട് വന്നിട്ട് ഈ കാണുന്ന ഇതുവഴി മേലോട്ട് ഇങ്ങനെ പിടിച്ച് പോവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും ഈ കാഴ്ചകൾ. ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതാ ഈ ഒരു ഇതിലൂടെ മേലോട്ട് പോവുകയാണ് ചെയ്യുക. ഇതിലൂടെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകും. അതിന് ഓരോരോ ആളായിട്ട് ഇങ്ങനെ മേലോട്ട് പോകും. അവിടുന്ന് മേലെ സ്കീ ചെയ്ത് വരും. ഇതുപോലെ ഇതിങ്ങനെ വീടുന്നു. ഇപ്പോൾ ഒരാൾ വീണിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇവിടെ വീഴുക, ഐസിൽ വീഴുവും കാര്യങ്ങളൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ സ്കീ ചെയ്ത് വരുന്നുണ്ട്. സ്കീ ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് മേലോട്ട് പോവും. അവിടുന്ന് സ്കീ ചെയ്ത് താഴോട്ട് വരും. ഇതാണ് മേലേന്നേ സ്കീ ചെയ്ത് വരുന്ന കാഴ്ചകൾ. ഒരാളിങ്ങനെ സ്കീ ചെയ്ത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതേ അയാൾ വളരെ സാധാരണ വരുന്നതാണ്. ഇങ്ങനെ സ്കീ ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ചെയ്യും. ഇതാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സ്കീ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ അങ്ങനെ സ്കീ ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ദൂരന്നേ സ്കീ ചെയ്ത് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ വരുന്നൊന്നുമല്ല, അയാളിങ്ങനെ വെട്ടിച്ച് നമ്മൾ നടന്ന് വരുന്നതിനേക്കാൾ ഈസി ആയിട്ടാണ് അയാൾ സ്കീ ചെയ്ത് വരുന്നത്. കാണിച്ചു തരാം. നമുക്ക് എന്ത് അടിപൊളിയായിട്ടാണ് സ്കീ ചെയ്യുന്നത്. എന്തൊരു ബാലൻസ് ചെയ്യണത്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഇതുപോലെ അടുത്ത ഇതിൽ കയറി മേലോട്ട് പോകും. ഓക്കെ, ഇത് ഇവരുടെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് ഇവർ. എത്ര പ്രായമായ ആൾക്കാർ പോലും ഇത് സ്കീ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് ചിരിക്കുന്നുണ്ട്. എത്രയോ പ്രായമായ ആൾക്കാർ പോലും ഇതിങ്ങനെ സ്കീ ചെയ്യുന്നുണ്ട്. അവർക്കങ്ങനെ ഇത് അവരുടെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. നമുക്ക് എന്താ അടിപൊളിയായിട്ട് സ്കീ ചെയ്യുന്നു. ഇനി മേലോട്ട് പോവും. ഒന്നും പണിയൊന്നുമില്ല, ഇതിൽ നിന്ന് കൊടുത്താൽ മതി. മേലോട്ട് പോവും, മേലോളം പോയിക്കോളും. മേലേന്ന് സാവധാനം സ്കീ ചെയ്ത് താഴോട്ട് വരും. ഇതാ ഓക്കെ. അത് കിട്ടിയിട്ടില്ല, അത് കയ്യിൽ നിന്ന് പോയി, മിസ്സായി. അടുത്തതിൽ പിടിക്കും. ഓക്കെ, പിടിച്ചു. ഓക്കെ, അവർ പുതിയ ആൾക്കാരായതുകൊണ്ട് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. രണ്ടുപേരും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളാണ്. ഇത് നമ്മുടെ നേരത്തെ കണ്ട രണ്ടുപേരാണ്. ഇല്ലുവും നമ്മളെ പ്രിയപ്പെട്ട ഇല്ലു ഇവിടുന്ന് കുട്ടീനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അടുത്തതിൽ പിടിക്കും, വന്നിട്ടില്ല. ഓക്കെ, ഓക്കെ, അടുത്ത് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അവർ. ഓക്കെ, റെഡി. ബൈ അവരിങ്ങനെ പോയി. കുറേ ആൾക്കാർ അങ്ങനെ സ്കീ ചെയ്ത് വരുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. കുറേ പേരുണ്ട്. അടിപൊളിയായിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഒറ്റക്കാണെങ്കിലും വേറെ കമ്പനിക്കാരൊന്നും വേണ്ട, ഒറ്റക്ക് തന്നെ അത് നല്ല മനോഹരമായിട്ട് അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് അവർ. ഈ സ്കീയുടെ ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് അവർ.
സിമ്പിളായിട്ട് തന്നെ ദൂരെ അത് ചെയ്ത് വരുന്നുണ്ട്. ദൂരെ മുതൽ കാണാൻ പറ്റും നമുക്ക്, അങ്ങനെ ഇങ്ങോളം സ്കീ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ സ്കീയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മെല്ലെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഞാനിങ്ങനെ തിരിച്ച് ഇന്നത്തെ ഒരു രാവിലെ വന്നതാണ്. ഉച്ചവരെയുള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല അനുഭവങ്ങളും ഉണ്ട്. പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ, പുതിയ കാഴ്ചകൾ. ഓരോ സ്ഥലത്തെത്തുമ്പോഴല്ലേ നമ്മൾ പുതിയ കാഴ്ചകളും പുതിയ കാര്യങ്ങളൊക്കെ കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി അത് മെല്ലെ പഠിക്കണം എന്നാണ് ആഗ്രഹം. നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള ആഗ്രഹം, അത് സ്വായത്തമാക്കാനുള്ള ഓരോ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. ഇനി എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്നൊരു ദിവസം, എനിക്കും ഫ്രീ കിട്ടുന്നൊരു ദിവസം അവരോട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണം, ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണ് പഠിക്കുക അതൊക്കെ ഒന്ന് ചോദിക്കണം. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചകളാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ദൂരം മുതൽ ആൾക്കാരിങ്ങനെ സ്കീ ചെയ്ത് വരുന്നതും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് മനോഹരമായി സ്കീ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സംസാരിക്കുമ്പോൾ തന്നെ കഥക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സംസാരിക്കുമ്പോൾ തന്നെ കഥപ്പ് വരുന്നുണ്ട്. ഇതിൽ ആൾക്കാരിങ്ങനെ സ്കീ ചെയ്ത് പോകുന്നുണ്ട്. മേലേന്നും താഴേന്നും എല്ലാ ഭാഗത്തുനിന്നും സ്കീ ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുന്നത്. പേടിയാകുന്നു, എന്നെ ഇടിക്കാൻ വരുമോ? ആൾക്കാരുടെ അടുത്തോട്ട് വരുമ്പോൾ അവർക്ക് നല്ല ബാലൻസ് ഉണ്ടാവും. എനിക്ക് കാണുമ്പോൾ ഒരു പേടി, ഇതെങ്ങനെ വന്ന് ഇടിക്കുമോ, എങ്ങോട്ട് മാറേണ്ടത് എന്നൊരു പേടി. പക്ഷെ അവർ വളരെ ബാലൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ ചെറുപ്പം മുതലേ ഇത് ചെയ്യുന്നതാണല്ലോ, പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇവരുടെ ചെറുപ്പം മുതൽ എല്ലാ മഞ്ഞുകാലത്തും എല്ലാ സീസണിലും സ്കീ ചെയ്ത് വെൽ പ്രാക്ടീസ്ഡ് ആയ ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. നമുക്ക് മാത്രമാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരത്ഭുതം. ഓക്കെ, അപ്പോൾ അടുത്ത കാഴ്ചകളുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.